ദേവസഭാതലം രാഗിലമാകുവ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം. സ്വാഗതം. സരിഗമപരിഗമപദഗമപദനി വവദനി സരിഗമപമഗാരി ഷഡ്ജം. സരിഗമപദ സരിഗമപദനി സനിദപമപ സനിദപമഗരി സ്വസാ. മയൂരനാദം സ്വരമായി വിടരും ഷഡ്ജമനാഗതമന്ത്രം. മയൂരനടനം ലയമായി തെളിയും ഷഡ്ജം അധാരനാദം. പമഗമഗ നീ സരിഗമപദനി സരി ഋഷഭം. ഋഷഭസ്വരങ്ങളാൽ പൗരുഷമേകും ശിവവാഹനമേ നന്ദി. ഹൃദയാനന്ദമേകും ഋഷിഗതമാ സ്വരസഞ്ജയമേ നന്ദി. സരിഗമഗരി സരിഗമദമഗരി സരിഗമദ സദമഗരി സരിഗമദ സരിഗാഗ ഗാഗ ഗാധാരം. സന്തോഷകാരക സ്വരം 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 സ്വരം. അജരവഗാന്ധാരം ഗാന്ധാരം ഗാന്ധാരം. ആമോദകാരക സ്വരം സുന്ദരഗാന്ധാരം ഗാന്ധാരം ഗാന്ധാരം. സരിഗമപദനി സരി രിഗമ രിഗമ. മധ്യമം. ക്രൗഞ്ചം ശ്രുതിയിലുണർത്തും നിസ്വനം മധ്യമം. സരിഗമപദനി സരി സരിദപദനി മാധവ ശ്രുതിയിലിണങ്ങും കാരുണ്യം മധ്യമം. മാമ മനിത പാപ മഗരി ഋഗപ. പഞ്ചമം പാ മപ സപാ നിധപ പ പ പ പ. പഞ്ചമം വസന്ത കോകില സ്വനം സ്വനം കോകില സ്വനം വസന്ത കോകില സ്വനം.
ധനി സ പദനി മപദ ഗമ പദി ഗമ പദനി സരി ഗരി സരി ഗമ ഗമ പദനി സ. മേഘരാഗങ്ങളെ തൊട്ടുണരുന്ന താമണ്ടൂരമന്ത്രം ദൈവതം സ്വരവങ്ങളാജ്ഞ ചക്രത്തിലുണർത്തും സ്വരൂപം ദൈവതം. സരിഗമ പദനി സ ധനി സ പദനി സ മപദനി സ ഗമ പദനി നിഷാദം. ഗജമുഖനാദം സാന്ത്വനഭാവം ആഗമജപലയ നിഷാദരൂപം നീനി നീനി ശാന്തമായി പൊഴിയും സ്വരജലകണങ്ങൾ ഏകമായൊഴുകും ഗംഗാപ്രവാഹം. തെറ്റ് ധാകെ തെറ്റിക്കെടുത്ത് തെറ്റ് ധാകെ തെറ്റിക്കെടുത്ത് 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 തെറ്റ് ധാകെ തെറ്റിത്തക്ക ധാന ധാന ധാ കിട്ടിത്തക്ക ധാന ധാന ധാ കിട്ടിത്തക്ക ധാന ധാന ധാ. അനുദാത്തമുദാത്ത സ്വരിത പ്രചയം താണ്ഡവ മുഖരലയ പ്രഭവം പ്രണവാകാരം സംഗീതം. ആനന്ദനും ദം ദദാനം ദനും ദം ദദാനം ദനും ദം ദദാനം ആനന്ദനും ദം ദദാനം ദനും ദാഗാഗനം ദനും ദം ദദാനം ദം ദനും ദാനം ദം ദനും ദാനം ദം ദനും ദാ. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. ഹരിധനി വരേത്താത ഹരിധനി പമരനീനി ഹരി പമരനി പാപ ഹരിധനി വരേത്ത ഹരിധനി പമരനി ഹരി പമരനി ഹരിധനി വരേ ഹരിധനി പമര ഹരി പമരനി ഹരിധനി വരേധനി പമരനി പമ ഹരിധനി പമരനി 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 ഹരി പമരനി പമരി ദരി മമനി. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. സംഗീതം സംഗീതം. വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ. ഉഗ്രൻ സർ, ഉഗ്രൻ. പോലെ തന്നെ സൂപ്പർ. താങ്ക് യു താങ്ക് യു സർ. കോമ്പറ്റീഷനിലേക്ക് പോകാം. യെസ് നമുക്കൊരു ഡാൻസ് ഡ്യുവറ്റ് പെർഫോമൻസ്. അപ്പൊ ഡാൻസ് കളിക്കാൻ റെഡി ആയിക്കോ. പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം സഞ്ജയ് ആൻഡ് ഹന. എൻ്റെ അടുക്കെ വന്നെടുക്കും പെൺപറന്നോളെ, സമ്മതമോ കൺമതമോ നിൻ കടക്കണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ. എൻ്റെ അടുക്കെ വന്നെടുക്കും പെൺപറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ.
മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ. പൊന്തിവർ പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും എൻ്റെ ഗീതകവും. ഓ പൊന്തിവർ പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും എൻ്റെ ഗീതകവും. കുന്നിമണി കൊന്നിറങ്ങി ചെന്നിറങ്ങും താഴ്വരയിൽ നിന്നെ കഥ നിന്നിടുന്നു ചെന്തളിരും മുന്തിരിയും. ചില്ല ചില്ല ചില്ലറ ചില്ല ചില്ല കിന്ന കിന്ന കിന്നറ കിന്ന കിന്ന. ഹേ എൻ്റെടുക്കെ വന്നെടുക്കും പെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ. பொன்னகில் கொண்டிருக்கும் வெண்புகையில் வெஞ்சரிப்பு நின்னழகு காத்திருக்கும் வீடனிக்கு சொர்க்கமல்லே. ஓ பொன்னகில் கொண்டிருக்கும் வெண்புகையில் வெஞ்சரிப்பு நின்னழகு காத்திருக்கும் வீடனிக்கு சொர்க்கമല്ലേ. നിന്നിഴൽ സഞ്ചരിക്കും വീഥി എന്ന സ്നേഹപദം കണ്ടടത്തിൽ എന്നും എന്നും മിന്നിടുന്നു നിന്റെ മുഖം. ചില്ല ചില്ല ചില്ലറ ചില്ല ചില്ല കിന്ന കിന്ന കിന്നറ കിന്ന കിന്ന. എൻ്റെ അടുക്കെ വന്നെടുക്കും പെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ. ചില്ല ചില്ല ചില്ലറ ചില്ല ചില്ല കിന്ന കിന്ന കിന്നറ കിന്ന കിന്ന. ചില്ല ചില്ല ചില്ലറ ചില്ല ചില്ല കിന്ന കിന്ന കിന്നറ കിന്ന കിന്ന. സഞ്ജയ് ഹന സൂപ്പർ പെർഫോം. അടിപൊളിയായിരുന്നു. താങ്ക് യു ചേച്ചി. നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് കളിച്ചു. താങ്ക് യു ചേച്ചി. പാട്ട് നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. എങ്ങനെയുണ്ടായി പ്രാക്ടീസ് ഒക്കെ? അടിപൊളിയായിരുന്നു. നല്ലായിരുന്നു. ആണോ? എങ്ങനെ എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ഉണ്ടായോ ഫണ്ണി പ്രാക്ടീസിൽ? ഒന്നുമില്ല. എനിക്ക് ഇവിടെ കൂടെ പാടാൻ പറ്റി. പിന്നെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. അല്ല ഇത് കേട്ടാ തോന്നുന്നു ഒരു യേശുദാസിന്റെ കൂടെ പാടാൻ പറ്റിയെന്നുള്ള രീതിയിലാണ് എനിക്ക് എന്റെ കൂടെ പാടാൻ പറ്റി. സർ അവൻ ശരിക്കും ഒരു മിറാക്കിൾ കിഡ് അല്ലേ? ആണോ? ആണ്. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? അവൻ അങ്ങനെയാ. എന്നാ കാര്യം പറ, നാട്ടുകാർക്ക് മനസ്സിലാവണ്ടേ മിറാക്കിൾ എന്താണെന്ന്. ഇല്ല ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള ഒരാളാണ്. Why? അവൻ ഒത്തിരി തരണം ചെയ്ത് വന്ന ഒരാളാണ്. എന്ത് തരണം? എന്ത് തരണം? അതെനിക്കറിയത്തില്ല. അവന് ദൈവം സൃഷ്ടിച്ചത് മറ്റൊരു ദൈവമല്ലല്ലോ സൃഷ്ടിച്ചേ. അല്ലേ? സോറി. എന്നാ മാതാപിതാക്കൾ സൃഷ്ടിച്ചത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. അങ്ങനെ ഒരു രീതി ഉണ്ടോ? അതെന്ത് രീതിയാടാ അത്? മനസ്സിലാവുന്നില്ല. അത് അവന് ഇപ്പം എന്ത് പറയുന്ന എന്തൊക്കെയായിരുന്നു അത് തന്നെ ഞങ്ങൾ ആലോചിക്കുന്നേ മക്കളെ. അത് തന്നെ ഞാനും ആലോചിച്ചു എന്തൊക്കെയായിരുന്നു ഈ പറഞ്ഞത്. ഇല്ല അവന് നമ്മളെ പോലെ അല്ല. അവന് കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതാ ചോദിക്കുന്നേ. അതായത് സാറിന് ശരിക്കും അറിയാത്തോണ്ടാണോ? അതെ.
അല്ല, സഞ്ജയ് ജനിച്ച സമയത്ത് ഈ ചുണ്ട് ഇങ്ങനെ കൂട്ടി ഇതായിരുന്നു. അപ്പം ഒരുപാട് സർജറി ചെയ്തതിന് ശേഷമാണ് ആ കുട്ടിക്ക് സംസാര ശേഷി വന്നത്. അപ്പം അച്ഛാന്ന് പോലും വിളിക്കാൻ അന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലും വിളിക്കാൻ പറ്റാറില്ല. അപ്പം അങ്ങനെ ഒരുപാട് സർജറി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇത്രയൊക്കെ ആയത്. അപ്പൊ പാടാൻ പോലും പറ്റുന്നില്ല. അവൾക്ക് പറയാൻ പറ്റുന്നത്. ചേച്ചിയോട് താങ്ക്സ് ഉള്ളു. ചേച്ചി മാം. താങ്ക് യു അമ്മയെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം. ഫാൻസ് ഒക്കെ ഇപ്പൊ കൂടിയോ ഹനയ്ക്ക്? ഫാൻസ് അങ്ങനെ ഇൻബോക്സിൽ എല്ലാ ഗേൾസിനും വരുന്ന പോലെ എനിക്ക് വരാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് അവര് വേറൊരു രീതിയിലാക്കണം എന്നില്ല. എന്നുവെച്ചാല് ചില ഗേൾസ് ഇപ്പം പറയും എനിക്ക് കുറെ പ്രപ്പോസൽസ് വരും. അതെന്ന് വെച്ചാല് നമ്മൾ അവർക്ക് ഒരു എന്താ പറയുന്നത്, നമ്മളിപ്പം അവര് എനിക്ക് ഹേ അയച്ചാല് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്താലേ അവർ എന്നായിട്ടൊരു കോണ്ടാക്ട് വെക്കൂ. അതെ, പല ബോയ്സിന്റെയും ഇന്റൻഷൻ എന്ന് പറയുന്നത് അത് മറ്റൊരു രീതി ആയിരിക്കാം. ഞാൻ ഹേയ്ക്ക് റിപ്ലൈ കൊടുക്കാറില്ല. ഹേ നയിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ഇല്ല. ഐ ലവ് യു നയിച്ചു കഴിഞ്ഞാൽ ഐ ലവ് യു എന്ന് പറഞ്ഞു. സർ, നമ്മള് ഒരു ആൺപിള്ളേരും തുടക്കത്തിൽ തന്നെ ഐ ലവ് യു പറയില്ല. അതിലൊരു അവസരം ഒരുക്കി കൊടുക്കുമ്പോഴാണ് അവര് നമ്മൾക്ക് പറയുന്നത്. അവർക്കൊരു സ്പേസ് കൊടുക്കുമ്പോഴാ പറയുന്നത്. ശരിയാണ്, അതൊക്കെ ഇരിക്കട്ടെ. അതൊക്കെ ഇരിക്കട്ടെ. നാട്ടിൽ എത്ര ഫ്ലക്സ് ഉണ്ട്? 2-3-4 ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് എത്ര എണ്ണം വെച്ചു? സ്വന്തമായിട്ട് ഒരെണ്ണം, പിന്നെ വേറെ. മക്കളെ, നിനക്ക് എവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ എന്റെ ചെലവിൽ ഞാൻ ഒരെണ്ണം വെച്ച് തരാം. താങ്ക് യു സാർ. സാറിന്റെ വീട്ടിൽ എവിടെ വെക്കണം? MG സാറ് വെച്ച് തരാന്ന് പറഞ്ഞാൽ അതെ, ഞാൻ നല്ലൊരു പ്ലേസ് വെച്ച് തരാം. അത് എനിക്കെന്ന് പറയുന്നത് എറണാകുളം എന്ന് പറയുന്നത് ഒരു വലിയൊരു സിറ്റിയാണ്. ഇവിടെ എന്ന് പറയുമ്പോ എല്ലാ സെലിബ്രിറ്റീസും നിങ്ങളെ പോലൊക്കെ ഉള്ളവര് വരുന്ന ഒരു സ്ഥലമാണല്ലോ, പല സ്റ്റുഡിയോയുടെ. അപ്പം എനിക്ക് ഇവിടെ ഒരു വലിയൊരു അല്ല എവിടെയെങ്കിലും ഒന്ന് വലിയൊരു ഫ്ലെക്സ് വെക്കണം. എല്ലാരും കാണുന്നുണ്ട്. എറണാകുളത്ത് വെച്ചാൽ മതി, എല്ലാരും കാണുന്ന ഒരു സ്ഥലത്ത്. ബസ് സ്റ്റാൻഡ്, കലൂർ ബസ് സ്റ്റാൻഡ്. അങ്ങനെ അടിയൊന്നും കൂട്ടാതെ എനിക്കിട്ട് പണിയെന്ന് നോക്ക്. എത്ര അടിയെന്ന്? 1000 അടിയിലൊരു ഫ്ലെക്സ്. അല്ല ഹന, ഈ പ്രൊപ്പോസൽസിൽ എന്തൊക്കെയാ അവര് മെസ്സേജ് അയക്കുന്നേ ഹനക്ക്? ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം, ഹായ്, ഞാൻ നിന്റെ വലിയ ഫാനാണ്, ഞാൻ CR7ന്റെയും പിന്നെ നിന്റെയും ഇതുവരെ ആയിട്ടുള്ളെന്ന് പറഞ്ഞു. ഒരുപോലെ. എന്നിട്ട് വേറെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ഇതേപോലെ ഒന്ന് റിപ്ലൈ താ, എത്ര നാളായിട്ട് കാത്തിരിക്കുന്നു എന്ന് ഒന്ന് റിപ്ലൈ താ, എത്ര നാളായി കാത്തിരിക്കുന്നു. അതിനെയൊക്കെ നിഷ്കരണം വലിച്ചെറിയോ? സത്യമായിട്ടും ഞാൻ അവരുടെ സപ്പോർട്ടിനെ ഞാൻ കാണാതെ പോകുന്നതല്ല, ചുമ്മാ നമ്മൾ കയറി ഒരു വള്ളിയാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. സത്യമായിട്ടും നിങ്ങളോട് എനിക്ക് സ്നേഹക്കുറവോ ഒന്നുമില്ല. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ആണല്ലോ നമ്മൾ എല്ലാവരും കയറി വരുന്നത്. ഞാൻ തരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വേറൊരു രീതിയിൽ കാണാതിരിക്കാൻ വേണ്ടിയാണ്. അതെ, ഞാൻ വേറെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്യാറുണ്ട്. പാറ അതിനൊരു ഐഡിയ ഉണ്ട്. ഇനി ഹായ് അയക്കുമ്പോ അവരെടുത്ത് ഒരു ഫ്ലെക്സ് വെച്ചതാന്ന് കണ്ടം വഴി ഓടുമോ? ഹന ഉദ്ദേശിക്കുന്നത് വേറെ ഒരു രീതിയിലല്ല, മ്യൂസിക് പരമായിട്ട് നിങ്ങൾ എന്നെ അഭിനന്ദിക്കുന്നെങ്കിൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. മറ്റൊന്നും നടക്കത്തില്ല. പാറു, ഇവിടെ ഒരാളാണെങ്കിൽ ഓവർലോഡായിട്ട് അവർക്ക് വയ്യ. ഇവിടെ ഒരുത്തന്നെ ഒന്നും കിട്ടിയിട്ട് പോലും. അയ്യോ എടാ, നമസ്കാരം. നീ എന്തായാലും മറ്റേ കലോത്സവത്തിന് പോയ സമയം വന്ന ഗേൾസ് ഫാൻസിനെയൊക്കെ പറ്റി സംസാരിച്ചു. ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരാറുണ്ടോ? അത് നീ അയക്കാറാണോ പതിവ്? അതല്ല, തീരെ കിട്ടാത്തപ്പോ അങ്ങോട്ട് കേൾക്കും. നീ ഇങ്ങനെ ഹായ് ഒക്കെ അയക്കോ? ഇല്ല, ഇങ്ങോട്ട് വരാറുണ്ട്, അന്വേഷിക്കാറുണ്ട്, പാട്ടൊക്കെ പൊളിയാന്ന് പറയാറുണ്ട്, അങ്ങോട്ട് താങ്ക് യു കേൾക്കും. എനിക്ക് തോന്നുന്നത് ഇവൻ ഈ ദേഷ്യം കൊണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഇവർക്കൊക്കെ മെസ്സേജ് വിടുകയാണ്. അങ്ങനെയൊന്നുമില്ല. നീ ശരിക്കും ഒരു പെൺകുട്ടീനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാല്ലേ? പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ നീ? ഒരിക്കലില്ല. ഇല്ല, അമ്മയുടെ അച്ഛനടുത്തും ചോദിക്കോ കേട്ടോ.
അവരോട് ആരെങ്കിലും പറയൂ മണ്ടത്തരം പറയാതടി. എന്താ അവരോട് അവർക്ക് അച്ഛനോട് അമ്മയോട് പറയോ പ്രപ്പോസ് ചെയ്താല്? അല്ല അച്ഛനോടും അമ്മയോടൊക്കെ ഷെയർ ചെയ്യുന്ന പിള്ളേരുണ്ടാവുമല്ലോ. ഇതൊന്നും ഷെയർ ചെയ്യത്തില്ല അവര്. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് ആരെ ഇഷ്ടാന്ന് പറഞ്ഞിട്ടില്ല? ഇഷ്ടം തോന്നി ഇവിടെ കൊള്ളാം എന്നൊക്കെ തോന്നും, പക്ഷെ ഇവിടെ കൊള്ളാന്നൊക്കെ തോന്നുന്നു. ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലേ? അങ്ങോട്ട് 9 പഠിക്കുമ്പോ 8 ഒരു കൊച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? അല്ല അത് ആ കുട്ടിക്ക് പറയാൻ പേടിയായിരുന്നു. വേറൊരു കൊച്ചിനോട് പറഞ്ഞു വിട്ട് ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു വിട്ട് ഇവർക്ക് ഇഷ്ടമാണ്, എന്നോട് ഐശ്വറിനോ പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ ജാടിയിട്ട് എല്ലാ കാര്യം അത് പോയി. അതന്നെ. പിന്നെ ഇതുവരെ ഒരു സാധനം കിട്ടിയിട്ടില്ല. ഒന്നും ഞാൻ റിജക്ട് ചെയ്തിട്ടില്ല എന്നല്ലേ? അതോടെ സഞ്ജയ് മോനെ കിട്ടാതിരിക്കുന്നതോടെ നല്ലതടാ. അത്രയും നേരം നീ സന്തോഷമായിട്ട് സിംഗിൾ ലൈഫ് ഇസ് ബെറ്റർ. വാട്ട് യു മീൻ? അവനിപ്പോ മനസ്സിന് സുഖമുണ്ട്, സമാധാനം ഉണ്ടെന്ന്. ഓക്കെ, നമുക്ക് പാട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. ചേച്ചി, നിങ്ങളുടെ രണ്ടുപേരുടെയും ഡാൻസ്, ഹനയുടെയും സഞ്ജയുടെയും ഡാൻസ് ഒക്കെ ഗംഭീരം, പഠിച്ച് ചെയ്തു. ഹന ആദ്യമായിട്ടല്ലേ ഇത്രയൊക്കെ ചെയ്യുന്നത്? അതെ അല്ലേ? അതെ മാം. സൂപ്പർ ആയിരുന്നു ഹന. താങ്ക് യു മാം. മോളെ പാടിയത് നന്നായി പാടി. താങ്ക് യു മാം. രണ്ടുപേരും നന്നായി പാടി. കാരണം ഇതൊരു കംപ്ലീറ്റ് ഒരു ആക്ട് പോലെയാണ് ഞാൻ ഇതിനെ നോക്കി കാണുന്നത്. അപ്പോൾ ആക്റ്റായിട്ട് നോക്കുമ്പം ഫാന്റാസ്റ്റിക്. ചെറിയ അത് ഈ മൂവ്മെന്റ് വരുമ്പോൾ എന്തായാലും നമുക്ക് ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഓൺ ദ ഹോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. താങ്ക് യു മാം. രണ്ടുപേരും പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര എല്ലാം കലക്കി. കോറസ് പാടിയിരുന്നോ? കുറെ പേരുണ്ടായിരുന്നല്ലോ, ശ്രേയൊക്കെ ഉണ്ടായിരുന്നല്ലോ, 4 പേരുണ്ടായിരുന്നു. എല്ലാം പൊളിച്ചടുക്കി എല്ലാവരും. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഹനയിൽ നിന്നും ഇത് ആദ്യമായിട്ടായിരുന്നു. സഞ്ജയ് പിന്നെ അഭിനയത്തിന്റെ ഉസ്താദാണെന്ന് അറിയാം. പിന്നെ അവനത് അനായാസമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് അത്. ഹന ആദ്യമായിട്ടാണ് ഇത്രയും ആക്ടിവിറ്റി ഞാൻ കാണുന്നത്. ഭംഗിയായിരുന്നു. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ, ചക്രകളെ സാറേ നിങ്ങൾ കലക്കിയിടാം. കാരണം രണ്ടുപേരും ഉള്ള ഒരു കോമ്പിനേഷൻ നല്ല രസമായിരുന്നു. നിങ്ങളുടെ ഒരു വൈബ് കേട്ടോ, കൊള്ളാം. താങ്ക് യു സർ. എനിക്ക് ആ കോറസ് ഇഷ്ടമായി, മെലഡൈൻ താന്ന്. കാര്യം ഇപ്പൊ എല്ലാവരും പാടുന്നവർക്ക് അതാ വേണ്ടത് അല്ലേ? അതെന്തായിരുന്നു നിങ്ങൾ പാടിയത്? മെലഡൈൻ താ കഞ്ചാ കഞ്ചാ മെലഡൈൻ താ ചങ്കാൻ ചങ്ക. സർ ബെല്ല് ഡിങ് ഡോങ് അതാണ് മെലഡൈൻ താ. അത് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് സന്തോഷമായി എനിക്ക്. വെരി ട്രെൻഡി. താങ്ക് യു സർ. അപ്ഡേറ്റഡ് ആണെന്ന് നമുക്ക് തോന്നുന്നു. അതെ. ഓക്കെ സർ. നിങ്ങൾ രസമായിട്ട് ചെയ്തു. എന്താ പറയുക, വയസ്സാം കാലത്തുള്ളതും പിന്നെ കുറച്ച് നല്ല കാലത്തുള്ളതും ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തു. പക്ഷെ എനിക്ക് ഈ ചെക്കനെ ആ ഒരു പടി മുകളിലേക്ക് എനിക്ക് ഫീൽ ചെയ്തത്. ഇവൻ കലക്കി, ഇവൻ ഭയങ്കര അഭിനയമായിരുന്നു. ആ കാലെ ചവിട്ടിയിട്ട് ഇതൊക്കെ പിടിച്ചതൊക്കെ നന്നായിരുന്നു. അതുമല്ലേ ഇവള് എന്തോ ചുമ്മാ കറക്കൊണ്ടെങ്കിൽ അതിനിടയ്ക്ക് തല കൊണ്ട് വെച്ച് ആ കാറ്റ് കൊണ്ടുണ്ട്. ഇതാ സഞ്ജയ്, എനിക്ക് ഇഷ്ടമായടാ നിന്റെ. എനിക്ക് ഈ രണ്ടുപേരുടെ ഇഷ്ടം. എന്താണ് മോളെ, എന്താ പറയാനുണ്ട് നിനക്ക്? ഇല്ല, ഒന്നും പറയാനില്ല. താങ്ക് യു. ഒന്നും പറയരുത്, പേടിയാ എനിക്ക് നിന്നെ. അതേ ഉള്ളൂ. ഈ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് പദ്യം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? പാറുവിനറിയാമോ? നിങ്ങൾ ഉള്ള സമയത്തുണ്ടോ അതൊരു? അശ്വിനറിയാമോ? മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി വെളുത്തൊരു കുഞ്ഞാട്. എന്താണ് മേനി വെളുത്തൊരു കുഞ്ഞാട്? ബാക്കി അറിഞ്ഞു. പാൽനിര പോലെ വെളുത്താട്, പഞ്ഞു കണക്ക് മിനുത്താട്, തുള്ളിച്ചാടി നടന്നിടും വെള്ളത്തിര പോൽ വെള്ളാട്, കിണികിണി എന്ന് കിലുങ്ങിയിടും കിങ്ങിണി കെട്ടിയ കുഞ്ഞാട്. ഒരു നാൾ പള്ളിക്കൂടത്തിൽ മേരിയോടൊപ്പം കുഞ്ഞാടും അടിവെച്ചടിവെച്ചകമേറി അവിടെ ചിരിതൻ പൊടിപൂരം വെറിയന്മാരാം ചില പിള്ളേർ വെളിയിലിറക്കി പാവത്തെ പള്ളിക്കൂടം പടിവാതിൽ തള്ളിയടച്ചവർ തഴുതിട്ടു. മേരി വരുന്നത് കണ്ടപ്പോൾ ഓടിയണഞ്ഞു കുഞ്ഞാട്. എടാ, ഞാൻ എന്റെ 4ാം ക്ലാസ്സിൽ പഠിച്ചതായത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവസാനം മറന്നുപോയി. ഓർക്കസ്ട്ര എങ്ങനെയുണ്ടായി സർ? വണ്ടർഫുൾ. താങ്ക് യു. അത്രേ ഉള്ളൂ. താങ്ക് യു സർ. ഷാനിക, വൈബേഷ് ആയിരുന്നു രണ്ടുപേരും. കലക്കി, നല്ല രസമുണ്ടായിരുന്നു. ആദ്യത്തെ ആ വോയിസ് മോഡുലേഷൻ ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അത് ആദ്യം ഹനയുടെ നാച്ചുറൽ വോയിസ് ഒന്ന് പുറത്ത് വന്നു. എന്താന്നറിയാവോ, ഫസ്റ്റ് നമ്മള് വയസ്സരെ പോലെ റിഹേഴ്സൽ നോക്കിയല്ലോ. അപ്പൊ ഞാനാണ് എന്റെ മൈൻഡില് ഇങ്ങനെ നമുക്ക് ടെൻഷൻ വരുമല്ലോ. അപ്പൊ ഞാനാണെങ്കിൽ ഇത് പാടിയത് പോലെ ഇരിക്കുവാ. എന്നിട്ട് ഞാൻ ഓർമ്മ എന്റെ അല്ല കട്ടെടുത്തോ അപ്പോഴാ ഞാൻ അയ്യോ നമ്മൾ പ്രായമായല്ലോ എന്നുള്ള ഓർത്തത്. ആയല്ലോ ആ സൗണ്ട്. അപ്പൊ ഇതിന്
അങ്ങനെ അപ്പൊ തന്നെ നേരെ സ്വിച്ച് ചെയ്തു. അതൊന്ന് പാടി അതെ. ക്യാൻ യു ഡെമോൺസ്ട്രേറ്റ് Yeah. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കഥ പറയാനോ? അല്ലല്ല പാടാ എന്റെ അമ്മോ. കട്ടെടുത്ത് കഥ വന്ന് പറഞ്ഞല്ലോ. കട്ടെടുത്ത് വന്ന് പാടിയാ ചെറുപ്പമായിട്ട് വന്നിട്ട് അമ്മൂമ്മയാവും. അമ്മുമ്മയാവാ. ചെറുപ്പം മുറ്റു അമ്മുമ്മ. ആ. സ്വിച്ച് ജമ്പ്. കട്ടെടുത്തോ കട്ടെടുത്തോ എനിക്കിനാവും നീ. ഓർത്തത്. വണ്ടർഫുൾ. രസമായിരുന്നു. ആ ഒരു നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു വൈബ് രസമുണ്ടായിരുന്നു. കോറസും നല്ല ഓർക്കസ്ട്ര, ആ ഒരു മൊത്തത്തിലുള്ള മൂഡ് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര എന്താ പറയാ, ഡാൻസ് ഡുവറ്റ് അല്ലെങ്കിൽ ഡുവറ്റ് ഡാൻസ് റൗണ്ട് എന്ന് പറയുന്നത് കലക്കി. അത് ഭയങ്കര രസമുള്ളൊരു റൗണ്ടാണ്. പിന്നെ നിങ്ങളുടെ ആ ഒരു കൊറിയോഗ്രാഫി ഷാഹുലും കലക്കി. നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു വൈബേഷ് റൗണ്ട് ആയിരുന്നു കേട്ടോ. കലക്കി രണ്ടുപേരും കളി. ഓൾ ദി ബെസ്റ്റ്. MG സർ, എന്ത് പറയാൻ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്പ്രിഞ്ചി, കാരണം നിങ്ങളുടെ എന്താണ് ആക്ഷനും പാട്ടും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അണ്ണാച്ചി ഒരു പാട്ട് പാടിയില്ല, എന്താണ് മേരിക്കുണ്ടൊരു കുഞ്ഞാട്, അത് തുടങ്ങി വിട്ടേ. മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേരി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞു കണക്ക് മിരുത്താട്, താരിത്തക്കിളി നാക്കളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ കൊച്ചുകൾ അത്തരച്ച് വരുന്നത് കണ്ടു വലർപ്പടി തട്ടി കലവിലെ കുട്ടണ താളം തുമ്പികളായി വിളിക്കാൻ പളയച്ചണ്ടകളെ മേളമടിച്ച് മുഴക്കും നേരം ചാകരക വന്ന് കണക്ക് പോണപ്പുറം ആകെ തരികിടത് വ്രതത്തെ ഒരു കുഞ്ഞാട്, മേരി കൊഴുത്തൊരു കുഞ്ഞാട്, ഇതെന്തോന്നാണ് വെളുത്താട്, പഞ്ഞു കണക്ക് മിരുത്താട്, താരിത്തക്കിളി തക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുത്തുകണക്കരു കൊച്ചുകിട അത്തനു തെച്ച് വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി കലവില് കുട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയച്ചണ്ടകളരിത്തരികിട മേളമടിച്ച് മുഴക്കും നേരം ചാകര വന്ന് കടക്കുമണപ്പുറം ആകെ തരികിടത് വ്രതത്തെ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേരി കൊഴുത്തൊരു വേണ്ടേ? നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇത്രയും ഒരു ലെവലിൽ കൊണ്ടെത്തിച്ചു. കാരണം നിങ്ങളുടെ ഈ ആക്ഷൻസ് ആണ് ഞങ്ങളെ കൊണ്ട് ഇത്രയും എന്താണ് ഒരു സുഖിപ്പിച്ച് ഞങ്ങളെ ഇരുത്തിയത്. ഒരു വൈബ് ഉണ്ടാക്കി. നിങ്ങളുടെ ആക്ഷൻസും നിങ്ങളുടെ പാട്ടുമാണ് ഞങ്ങൾ ഇത്രയും ഒരു സന്തോഷം തന്നത്. ഞങ്ങളെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ പ്രേക്ഷകർ. എന്തായാലും ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും സ്വരാക്ഷരങ്ങളൊന്നും പോയെന്നോ അല്ലേ, പ്രത്യേകിച്ച് ഇതിന്റെ അവിടെ പോയി ഇവിടെ പോയി എന്നൊന്നും പറയുന്നില്ല. സൂപ്പറായിരുന്നു രണ്ടുപേരും കേട്ടോ. നല്ല രസമായിരുന്നു. എൻജോയ്. മനസ്സ് നിറഞ്ഞു മക്കളെ. സന്തോഷം. ഗുഡ് ലക്ക്. 9.1. Same 9.1. ചേച്ചി 9.1. സർ. ചൊവ്വാഴപ്പഴമേ. ഓക്കെ, സോ ടോട്ടൽ 27.3. സൂപ്പർ. ഇനി ഹനക്കുട്ടിയുടെ MG സർ 9.1. ഷാനിക 9. ചേച്ചി 9 marks. കറക്റ്റ് സർ. എന്റെ കടുകുമണി. ഓക്കെ, സോ ടോട്ടൽ 27.1. സൂപ്പർ, അടിപൊളി മാർക്ക്. ഓൾ ദി ബെസ്റ്റ്. ബൈ. അപ്പൊ നമുക്ക് തീം റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, അക്ഷയ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം അക്ഷയ്. രാസാത്തി ഒന്നെ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, രാസാത്തി ഒന്നെ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது, ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானே உன்ன தேடுது, ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது.
കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ തത്തിത്തവഴും തങ്കച്ചിമിഴേ പൊങ്കിപ്പെരുകും സംഗത്തമിഴേ മുത്തം തരണിത്തം വരും നക്ഷത്തിരം யாரோடு இங்கு எனக்கென்ன பேச்சு நீதானே கண்ணே நான் வாங்கும் மூச்சு வாழ்ந்தாக ஏக்கம் வா வா கண்ணே ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மான ஒன்ன தேடுது ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது மங்கை ஒரு கங்கை என மன்னன் ஒரு கண்ணன் என காதில் ஒரு காதல் கதை சொன்னால் என்ன மங்கை ஒரு கங்கை என மன்னன் ஒரு கண்ணன் என காதில் ஒரு காதல் கதை சொன்னால் என்ன அத்தை மகனோ மாமன் மகளோ சொந்தம் எதுவோ பந்தம் எதுவோ சந்தித்ததும் சிந்தித்ததும் தித்தித்திட அம்மாடி நீதான் இல்லாத வானம் வெண்மேகம் வந்து நீந்தாத வானம் தாங்காத ஏக்கம் போதும் போதும் ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மான ஒன்ன தேடுது ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது காத்தாடி போலாடுது അക്ഷയ് ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട്. എങ്ങനെ തോന്നി? നന്നായി പാടിയാ? ചോദിക്കാം. ജഡ്ജസ് എല്ലാവരും ഇങ്ങനെ ആവുന്നുണ്ടായിരുന്നു. ഓക്കെ എം ജി സാർ. അക്ഷയ് കുട്ടാ സർ അസലായിട്ട് പാടി മോനെ. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. എനിക്ക് ഫീൽ ചെയ്തേ ഈ രാസാത്തി ഉന്നേന്ന് പാടുന്നത് ആ സംഗതി ഇല്ലേ, അതിന്റെ സ്പീഡ് കുറച്ച് കുറയ്ക്കാം. വേണമെങ്കിൽ മതി മോന് വേണമെങ്കിൽ കുറയ്ക്കാം. അങ്ങനെ കുറച്ച് നോക്കി ഒന്ന് രാസാത്തി ഒന്നെ ഒന്നേ ഒന്നെ അത് കുറച്ചുകൂടെ കുറച്ച് പിടിച്ചു. രാസാത്തി ഒന്നെ ആ അത് മതി. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഒരു സുഖമുണ്ട്. മറ്റേത് ഭയങ്കര ഫാസ്റ്റ് ആയി. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എന്നാലും ടോട്ടലി നന്നായിരുന്നു. കുറച്ച് ഓപ്പൺനെസ് വേണം. ഫീൽ ഉണ്ട് കയ്യിൽ, ഇഷ്ടം പോലെ ഫീൽ ഉണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ സംഗതികളുടെ സ്പീഡൊക്കെ ഒന്ന് കുറയ്ക്കുക. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഷാനിക്ക. അക്ഷയ് കാലക്കി അക്ഷയ്. താങ്ക് യു. ഓഫ് കോഴ്സ് അപ്രോച്ച് കുറച്ച് ടെക്നിക്കൽ ആയി പോയോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പം രാസാത്തി ഒന്നെ അതുപോലെ കാണാതെ എനിക്കൊന്ന് അത്രയും സ്പീഡ് വേണ്ട. ആക്ച്വലി കുറച്ചുകൂടെ സിമ്പിൾ ആക്കാമായിരുന്നു. പക്ഷെ അക്ഷയ് ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. വൻ ഫീലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. കുറച്ച് സംഭവങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ. എന്തായാലും നന്നായി അക്ഷയ്. വെരി ഗുഡ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരത് സർ. ചക്രേ സർ, ആദ്യമായിട്ട് ഈ പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് വന്നതിന് ഐ ലവ് യു. അസാധ്യ പാട്ടടാ. അയ്യോ, ഇത് നീ ട്യൂൺ മാത്രം പാടിയാൽ മതി. ഇതിനകത്ത് ഡൈനാമിക്സും വേണ്ട. ആ സംഗതിയൊക്കെ സ്പീഡ്, ആ സംഗതികളുടെ സ്പീഡ് മാത്രം ഒന്ന് നോക്കിയാൽ അത് വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം, കാണാതെ നെഞ്ച്. ഇപ്പൊ എംജിഎണ്ണൻ മറ്റേത് കറക്റ്റ് ചെയ്തല്ലോ. അതിന്റെ സ്പീഡ് അത്രയും മരണവെപ്പറാണ് വേണ്ടടാ. കാണാതെ നെഞ്ച്
നാനി. ഞാൻ ആ കാണാതെ അതിനൊരു ക്ലാരിറ്റി കാണാതെ കാണാതെ. അപ്പൊ അത്രേ ഉള്ളൂ ചക്കര. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ സാർ. ചേച്ചി. അക്ഷയ്, ചേച്ചി എടാ സൂപ്പർ സോങ് സെലക്ഷൻ. താങ്ക് യു ചേച്ചി. ഒന്നാമത് രാജാ സാറിന്റെ തരത്തിലുള്ള പാട്ടുകൾ നമുക്കൊക്കെ അത് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു പാട്ട് ഇപ്പോഴും നമ്മൾ അതിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ്. അതേപോലെ സാറിന്റെ ഒരു സൈക്കോ എന്ന് പറഞ്ഞ മൂവിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനത്തെ ഒരു മൂവിയിൽ ഇങ്ങനെ ഒരു പാട്ട് വരും എന്നുള്ളത്. അതേപോലെ ഒന്ന് നനച്ച് നനച്ച് ഉരുകി പോനേൻ മെഴുകാ, നെഞ്ച ഉതച്ച് ഉതച്ച് പരந்து போனா அழகா, யாரோ அவளோ என்னை தீண்டும் காற்றின் விரலோ, யாரோ அவளோ தாலாட்டும் தாயின் குரலோ, ஒன்னு நினைச்சு நினைச்சு உருகி போனேன் மெழுகா, நெஞ்ச உதச்சு உதச்சு பறந்து போனா அழகா. വണ്ടർഫുൾ കോമ്പസിഷൻ. അങ്ങനെ പ്രത്യേകിച്ച് മഞ്ചേരി അങ്ങനെ ഒരു പടത്തിൽ ഇങ്ങനെ ഒരു പാട്ട് ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. നമ്മൾ കണ്ടു ബേജാറായി. അത് മാത്രല്ല അതിന്റെ അനുഭവം நினைச்சு உருகி போனேன் மெழுகா, நெஞ்ச உதச்சு ഉദച്ച് പറന്ന് പോനാ അഴകാ. അതൊരു കാര്യം മനസ്സിലാക്കണ്ടേ, ഇത് 2 വർഷമായുള്ളൂ. എന്ത് ഭംഗിയായിട്ടാണെന്നുള്ളത് എന്ന് തുടങ്ങിയത് അദ്ദേഹം. അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഇപ്പം പല്ലവി ഇത് അനുപല്ലവി റൂട്ടേ മാറി തിരിച്ചു വന്നതും ശരിക്കും ഭയങ്കരമാണ്. ശരിക്കും ഈ ഒരു കോമ്പിനേഷനിലുള്ള പാട്ട് മോൻ കൊണ്ടുവന്നതിൽ അങ്ങോട്ടൊരു താങ്ക് യു. പിന്നെ എനിക്ക് അക്ഷയ് പാടിയതിനകത്ത് തോന്നിയത് വോയിസ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമാണ് അക്ഷയുടെ ഉള്ളിലുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാതെ നല്ലൊരു സിംഗറാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. എം ജി സർ, ഐ ആം ഗിവിംഗ് യു 9.1. താങ്ക് യു സർ. ഷാനിക ഒരു 8.9. താങ്ക് യു ഷാനിക. ചേച്ചി. അക്ഷയ് ചേച്ചി 9 മാർക്സ്. താങ്ക് യു ചേച്ചി. ശരത് സർ. അക്ഷയ് 8 മാർക്സ്. ഓക്കെ, സോ ടോട്ടൽ 27. സൂപ്പർ. ഓക്കേടാ. അടുത്തതായി സ്വരം റൗണ്ടിൽ പാടാൻ വരുന്നു അശ്വതി. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഇനിയും കിളിമകൾ വന്നില്ലേ. ഞാനും പാടാം കുയിലേ കൂടി വരാം, കുഹു കുഹു ഞാനും പാടാം കുയിലേ കൂടി വരാം, കുറുമ്പു കാട്ടി കുറുമ്പു
പൂവു കാട്ടി പറന്നുവോ നീ നിന്നോട് മിണ്ടില്ല പോലെ ഞാലി പോരൂ പോലെ ഞാലി പോരൂ നിനക്കൊരു ഞാലിട്ടു തരാ ഓലോലം ഞാലിപ്പൂവൻ തേൻ കുടിച്ചു വരാ ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ ഗ ഗ ഗ ഗദ പ ഗ ഗ ഗ ഗ ഗ ഗദ പ ഗ ഗ രി ഗ രി സ ധ ഗ രി രി ഗ രി രി ഗ രി രി ഗ രി 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 ഗ രി സ ധ നി സ പാദ നി ധ പ പാദ പാദ നി ധ പ പാദ നി ധ പ മ മ മ മ ഗ രി ഗ മ ധ പ ഗ ഗ ഗ ഗ ഗ ധ പ ഗ രി രി ഗ രി സ നി ധ സ ഗ രി ഗ പ സ ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ ശബാഷ് ശബാഷ്. വെരി ഗുഡ്. അച്ചു ചേച്ചി ക്യൂട്ടായിരുന്നു പെർഫോമൻസ്. സ്വരം റൗണ്ട് ടെൻഷൻ ഉണ്ടായോ നിനക്ക്? ചെറുതായിട്ട് എങ്ങനെ പാടിയെന്ന് തോന്നി? കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഇനി അവരോട് ചോദിക്കാം ഓക്കെ. ശരത് സർ. അച്ചു സാർ നന്നായിട്ട് പാടി. ഇല്ല സാർ ഇല്ല സാർ ഓടരുത്. നീ എത്ര തവണ ഇങ്ങനെ വാക്ക് തന്നതാ? ഇത് വാക്കാ ശരിക്കും വാക്കാ ഉം. നല്ല പാട്ടടാ, നല്ല സുഖമുള്ള ഒരു മെലഡി, നല്ല നല്ല ഉഗ്രം പാട്ടാണ് കേട്ടോ. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ആ കുഹു ഒരു ചെറിയ തോതിലൊന്ന് കുഹു ഒന്ന് ചളുങ്ങിയിട്ടുണ്ട്. പിന്നെ ഓലയും ഞാലി പോരും, അതൊന്ന് പാടാമോ? ഓ കഷ്ടപ്പാട് ദുരിതവുക കേട്ടോ. ശരിയാക്കണം അച്ചോട്ടാ. വരാം. ഇതൊക്കെയാലും നല്ലൊരു റൗണ്ടാണിത്. കുറെ ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി മോളെ ആ പാട്ട് നല്ല ക്യൂട്ടായിട്ട് പാടി. താങ്ക് യു മാം. പഴയതിനേക്കാൾ കൂടുതൽ ആ ഒരു റോ ആയിട്ടുള്ള ഒരു വോയിസ് ടെക്സ്ചർ ഉണ്ടായിരുന്നു. അതൊന്ന് മോള് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഭംഗിയുണ്ട് ഇപ്പോൾ. പിന്നെ ഈ ഹൈ പാടുമ്പോൾ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഭയം മൊത്തമായിട്ട് മാറിയിട്ടില്ല. എന്നാൽ അത് മാറ്റിയെടുക്കണം. ഓക്കെ, അതല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും എനിക്ക് തോന്നിയില്ല മോളെ. നല്ലൊരു രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. കുറച്ചുകൂടി ആ വോയിസിന്റെ സ്വീറ്റ്നെസ് വരുന്നുണ്ട്. ഫുള്ളായിട്ട് വന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോഴും ആ ഒരു ക്ലാസിക്കലിന്റെ ആ ഒരു സംഭവം ഒന്ന് ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാനുണ്ട്. അപ്പൊ അത് ശരിയായി വരട്ടെ. എന്തായാലും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. എം ജി സർ. അച്ചൂസ് സാർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സാർ. നല്ല രസമുള്ളൊരു പാട്ട്. ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ, അല്ല അതിന്റെ മേലിലൊന്നുമില്ല. പക്ഷെ സ്വരം പാടിയപ്പോഴും മോളിപ്പം മോൾ ആ സ്വരത്തിന്റെ ആദ്യത്തെ ഫ്രേസ് ഒന്ന് പാടിക്കും. പാടിക്കോളൂ. ഇനി പാട്ട് പാടിക്കേ. കുഹു കുഹു ഞാനും പാടാം കുയിലേ കൂടെ വരാം. ബ്യൂട്ടിഫുൾ. ഓലഞ്ഞാലി എന്ന് പഠിക്കും. സ്വരം ആ കട്ടുണ്ടല്ലോ. ഇനി വരി പാടിക്കേ.
അതാണ് ഒരു ആ അത് കുറച്ച് അതിന്റെ ഒരു അളവുണ്ട് അതിന്. ക്ലാസിക്കൽ അറിയാവുന്നുണ്ടെങ്കിൽ ലളിതഗാനം പാടാൻ കുറച്ചൊന്ന് ലൈറ്റർ വെർഷനിൽ കൊണ്ടുവന്നാൽ മതി കേട്ടോ. പാട്ട് നന്നായിരുന്നു, ഇവർ പറഞ്ഞ പോലൊക്കെ തന്നെ. പിന്നെ ഒരു ലാസ്റ്റിലുള്ള സ്വരത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. നത്തിങ് മോർ ടു സേ. ബട്ട് ഓർക്കസ്ട്ര ആഹാ അളവിന് വായിച്ച്, അതാണ് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ കൃത്യമായിട്ട് കൃത്യം മോളും നന്നായിട്ട് പാടി. അശ്വതി അച്ചു നല്ല രസമുണ്ടായിരുന്നു മോളെ. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരും പറഞ്ഞു. എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം വെച്ചാൽ വളരെ പ്ലസന്റ് ആയിട്ട് ചിരിച്ചോണ്ട് മോള് നിന്ന് പാടി എന്നുള്ളതാണ്. ഈ പാട്ടിന് അത് വേണം, എന്നാലേ ഇത് വർക്ക് ആവുള്ളൂ. മോള് നന്നായിട്ട് പാടി മോളെ, നല്ല രസമാണ്, ഭയങ്കര പ്ലസന്റ്, ചിരിച്ചു പാടി. എനിക്ക് ആകെ ഞാൻ മോളുടെ സിംഗിങ്ങിൽ നോട്ട് ചെയ്തത് ആ കൂഹു മാത്രമാണ് ചെറുതായിട്ട്, ബാക്കി അതർവൈസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോണ്ടിരിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മാഡം. ചേച്ചി അച്ചുസേ മാം 8.9. താങ്ക് യു ചേച്ചി. ഷാനിക്ക സെയിം 8.9. താങ്ക് യു. എംജി സർ ഐ ഗിവ് യു 9. താങ്ക് യു സർ. ശരത് സർ കൊടുക്കും സർ. ഓക്കെ, സോ ടോട്ടൽ 26.8. താങ്ക് യു. ഓക്കേടാ. സൂപ്പർ സ്റ്റാർ